കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ തിരുവചനവുമായി ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തിയുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരാമ മീഡിയ മിനിസ്ട്രീസ് എന്ന ബീഹാറിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ റിജോയ്സ്, അതുപോലെ പ്രിയപ്പെട്ടവർ ചേർന്ന് നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രവർത്തനത്തിൽ എന്നെ ദൈവജന ശുശ്രൂഷിക്കുവാൻ തക്കോണം ക്ഷണിച്ച് ഇന്നത്തെ ദിവസം അവസരമൊരുക്കിയതിനായി കർത്താവിൽ നന്ദി പറയുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരേണ്ടതിന് ദൈവാകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നല്ലവനാം ദൈവമേ, വിശ്വസ്തനാം ദൈവമേ, വാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാജാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിൽ സ്വർഗസ്ഥ പിതാവാം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവേ, നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരു മനസ്സുള്ളവരായി കൂടി വരുമോ ആയവരുടെ മധ്യം ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല ദൈവമായ കർത്താവേ, ഓ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തിന്റെ തിരുവചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്ന, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന, അങ്ങയെ ആരാധിക്കുന്ന എല്ലാ ദൈവജനത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ. ഈ രാത്രിയുടെ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി തീർക്കണമേ. ഈ സന്ദർഭം, ഈ സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാക്കി ദൈവം മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരു മനസ്സുള്ളവരായി കൂടി വരുമോ ആയവരുടെ മധ്യ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവം ഈ രാത്രിയിൽ ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഓ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നാഥ. നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു പിതാവേ. സ്തോത്രം ചെയ്യുന്നു. സ്തുതികളുടെ മധ്യ വസിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയയിലൂടെ ദൈവത്തിന്റെ തിരുവചനം ശ്രവിക്കുവാൻ പോകുന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹൃദയ നുറുക്കത്തോടും വേദനയോടും കണ്ണുനീരോടും നിരാശയോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ സ്ഥിതിഗതികളൊക്കെ വളരെ മാറ്റമേറിയ അവസ്ഥയിലായിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നൽകിയിരിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി നന്ദി പറയുന്നു പിതാവേ. സ്തോത്രം. ഈ ദൈവത്തിന്റെ തിരുവചനം അയച്ച് അനേക രോഗികളെ സൗഖ്യമാക്കണമേ. ദൈവത്തിന്റെ തിരുവചനം അയച്ച് അനേകരുടെ മുറിവുകളെ കെട്ടുമാറാകണമേ. ഓ ഹൃദയം നുറങ്ങി ഉടഞ്ഞിരിക്കുന്ന അനേക വ്യക്തികളെ ദൈവം സമാധാനിപ്പിക്കണമേ. ആത്മീയ ജീവിതത്തിൽ വിടുതലിന് വേണ്ടി, ആത്മീയ ജീവിതത്തിൽ സമാധാനത്തിന് സന്തോഷത്തിനായി കാത്തിരിക്കുന്നവർ, പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നവർ ആ പ്രത്യാശ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യേ ആരൊക്കെ തകർന്നിരിക്കുന്നുവോ, ആരൊക്കെ ഉടഞ്ഞിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനത്തോടെ കൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളോട് സംസാരിക്കണമേ. അതിനായി ഞങ്ങളോട് ഇടപെടുമാറാകണമേ. അങ്ങനെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ.
ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവശക്തിയുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നല്ല കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് അല്പമായി ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാനും എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയുള്ള ദൈവവചന ധ്യാനത്തിനായി സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന വചനം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 25-ാം അധ്യായം 46-ാമത്തെ വാക്യം. The Gospel of Matthew chapter 25 verse 46. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇവർ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കിലേക്കും പോകും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടത്. രണ്ട് വിധത്തിലുള്ള യാത്രകളിലേക്ക് തിരിയുന്ന രണ്ട് വിധത്തിലുള്ള ആൾക്കാരെ കുറിച്ച് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. രണ്ട് ദിശയിലേക്ക്, രണ്ട് ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന രണ്ട് വിധ കൂട്ടരെ നമുക്കിവിടെ കാണുവാനായി കഴിയുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന് 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ, ഈ 46 വാക്യങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ദൈവവചനമാണ് കാണുവാനായി കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ മത്തായി സുവിശേഷം 24, 25, 26 ഇത്യാദി ഈ അധ്യായങ്ങളിലേക്ക് അതിന് നാം കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലുള്ള കാലങ്ങളിലുള്ള ഒടുവിലത്തുള്ള സമയങ്ങളിൽ നടന്ന കാര്യങ്ങളും യേശു ക്രിസ്തു സംസാരിച്ച പ്രസംഗിച്ച കാര്യങ്ങളുമാണ് നമുക്കധികമായി ഇവിടെ കാണുവാനായി കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 24 and 25 24-ാം അധ്യായവും 25-ാം അധ്യായവും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനും യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. നാം ഏവരും ഈ ദൈവവചനം വായിച്ചിട്ടുണ്ട്. ഇതിൽ ദൈവത്തിന്റെ വചനം ശ്രമിച്ചിട്ടുള്ളവരും വായിച്ചു മനസ്സിലാക്കിയ പഠിച്ചിട്ടുള്ളവരായിരിക്കാം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പലരും. ഒരുപക്ഷെ ദൈവത്തിന്റെ വചനം അറിയാത്തവരും ഈ വചനം കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരിക്കാം. അവരോട് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ദൈവവചനത്തിലേക്ക് പോകുവാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർലോകത്തിലെ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ മനുഷ്യനായി മനുഷ്യർക്ക് വേണ്ടി അവതരിച്ചു. മനുഷ്യൻ പാപികളായി ജനിച്ച് പാപികളായി ജീവിച്ച് അവർ പാപത്തിൽ മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ആയതുകൊണ്ട് മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ സ്വർലോകത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ദൈവമെന്ന സ്വരൂപം, ദൈവമെന്ന ആ അനുഭവത്തെ, ആ പൊസിഷനെ അതിന് വിട്ടിട്ട് ദൈവം മനുഷ്യരായി അവതരിച്ച് മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവിധ നിലകളിലാണ് പലരും മനസ്സിലാക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ദൈവമെന്നും ക്രൈസ്തവ മതത്തിന്റെ ഒരു നേതാവാണെന്നും ഒക്കെയാണ് പലരും യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു നേതാവല്ല. ഈസ് നോട്ട് എ ലീഡർ. യേശു ക്രിസ്തു ഒരു മത സ്ഥാപകനുമല്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാർഗം തെളിയിച്ചു തന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്: നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിത്യതയിൽ നിത്യജീവനിലേക്ക് ചെന്നെത്തേണ്ടതിനുള്ള മാർഗം ഏതാണെന്ന് പഠിപ്പിക്കുകയും
കാണിച്ചു തരികയും ചെയ്ത ഒരു ദൈവപുത്രനാണ് ക്രിസ്തു യേശു എന്ന് നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായി കഴിയും. പലരും മനുഷ്യ ജീവിത യാത്രയിൽ അവരുടെ വഴി അറിയാതെ, ദിശ അറിയാതെ, എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ പലരും പല വിധങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് ഞാൻ വായിച്ച വചനത്തിൽ പോലും പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു, രണ്ട് കൂട്ടർ രണ്ട് വിധ ധ്രുവങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥാനമാണ് എന്ന്, ആ ഒരു വചനമാണ് എന്ന് ഞാനിവിടെ പറയുവാൻ കൂടമുണ്ടായാലോ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യവചനം നമ്മൾ മനസ്സിലാക്കി നോക്കിയാൽ അനേക മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ വഴി അറിയാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പലരും പറയുന്നു, എനിക്കറിയാം, ഞാൻ എവിടെ പോകുന്നു എന്ന് എനിക്കറിയാം, ഞാൻ എവിടെ നിത്യത, എവിടെയാണ് എന്റെ അവസാനം എന്നത് എനിക്കറിയാം എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. പക്ഷെങ്കിൽ ഒരു സത്യാവസ്ഥ ഇതാണ്, മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ചെന്നെത്തുന്ന സ്ഥാനം പലരും കണ്ടെത്താറില്ല, അതിനെക്കുറിച്ച് പഠിക്കാറില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. അത് എവിടെയാണ് മനുഷ്യൻ ചെന്നെത്തുന്നു എന്നത് അവർ അറിയുന്നതുമില്ല. പലരും പറയുന്നു, ആമേൻ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എപ്പിക്യൂരിയർ പറയുന്നത് പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മൾ മരിക്കുമല്ലോ. ആമേൻ, eat, drink and marry, tomorrow we will die. നമ്മൾ നാളെ മരിച്ചു പോകും, ഇതോടുകൂടെ എല്ലാം അവസാനിക്കും എന്നാണ് പലരും ധരിക്കുന്നത്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്ന, എന്റെ സാധാരണ മെസ്സേജുകളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ജീവിത യാത്രയുടെ അവസാനം മരണമല്ല, മരണത്തോടുകൂടെ തീരുന്നതല്ല മനുഷ്യന്റെ ജീവിതയാത്ര. മനുഷ്യന്റെ ജീവിതത്തിനും മരണത്തിനും അപ്പുറമായി, മരണത്തിന് ശേഷം ആഫ്റ്റർ യുവർ ഡെത്ത് ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ദൈവജനം മനസ്സിലാക്കണം. അതിനായിട്ടാണ് ദൈവത്തിന്റെ വചനങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു തരുന്ന സത്യവും അത് തന്നെയാണ്. പലർക്കും വഴി അറിയാതെ, പാതയറിയാതെ, എവിടെ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാതെ പോകുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയ ഈ സത്യം എന്താണെന്നും, ഏതാണ് സത്യമാർഗമെന്നും, ഏതാണ് സത്യ വഴിയെന്നും, യഥാർത്ഥ വഴി എന്താണെന്നും, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എവിടെ അവസാനം എത്തിച്ചേരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു മാറ്റം വരുത്തി, മതത്തിൽ നിന്നൊരു മാറ്റം വരുത്തി മറ്റൊരു മതത്തിൽ ചേർക്കുവാനോ ഒന്നുമല്ല ഈ കാര്യം ചെയ്യുന്നത്. മനുഷ്യൻ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും അറിയണം എന്നതുള്ള ഏറ്റവും അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ തിരുവചനം പ്രസ്താവിക്കുവാനും ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ എന്നോട് കൂടെ കടന്നു വരുവാൻ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ഗോഡ്. ഈ മത്തായി സുവിശേഷം 25-ാം അധ്യായം, The Gospel of Matthew chapter 25, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ they have 46 verses in this chapter. ഈ പുസ്തകത്തില്, ഈ അധ്യായത്തില് 46 വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നു. പക്ഷെ ആ 46 വാക്യങ്ങളെ 3 പ്രത്യേക പാർട്ടുകളായി, 3 പാസേജസ് ആയിട്ട് ഈ വചനങ്ങളെ തിരിച്ചിട്ടുണ്ട് ഇൻ ദ മലയാളം ബൈബിൾ. മലയാളം ബൈബിളില് അതിന് 3 പാസേജുകളായി തിരിച്ചിരിക്കുകയാണ്. അതിന് 1 മുതൽ 13 വരെയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു മണവാളന് വേണ്ടി കാത്തിരുന്ന 10 മണവാട്ടികൾ. അതിനെക്കുറിച്ചാണ് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഒരു യജമാനൻ താൻ പരദേശത്തേക്ക്, അന്യനാട്ടിലേക്ക് പോയപ്പോൾ തന്റെ വേലക്കാരെ വിളിച്ച് തനിക്കുണ്ടായിരുന്ന നന്മകളെ, അല്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളെ അതിനെ താലന്തുകളാക്കി, താലന്തുകൾ 3 പേർക്ക് കൊടുത്തതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത്. 3 ദാസന്മാർ, ഒരു യജമാനനും തന്റെ 3 വേലക്കാർ, 3 ദാസന്മാർക്ക് ആ യജമാനൻ കൊടുത്ത താലന്തുകളെ കുറിച്ച് കാണുവാനായി കഴിയുന്നു. അടുത്തതിന്റെ സ്തോത്രം 31-ാമത്തെ വാക്യം മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
അതിൽ പ്രധാനമായി കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്. യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മനുഷ്യരെ രണ്ട് ഭാഗമായി തിരിക്കും. തന്റെ വലതുവശത്തും തന്റെ ഇടതുവശത്തുമായി രണ്ട് കൂട്ടരായി മനുഷ്യനെ തിരിക്കും എന്നാണ് ഈ വചനത്തിൽ കാണുവാനായി കഴിയുന്നത്. ഇങ്ങനെ മൂന്ന് പാർട്ടുകളായി, മൂന്ന് ഭാഗങ്ങളായി ഈ അധ്യായത്തെ തിരിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഈ മറ്റുള്ള പുസ്തകങ്ങളിലേക്കോ മറ്റുള്ള അധ്യായങ്ങളിലേക്കോ പോകുവാനായി ആഗ്രഹിക്കുന്നില്ല. ഈ മാത്യു ചാപ്റ്റർ 25 നിന്ന് ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഈ രാത്രിയിൽ വചനത്തോടെ ശുശ്രൂഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയില് വചനത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ, നേരത്തെ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്. അതിന്റെ 46-ാമത്തെ വാക്യം, ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കലേക്കും തിരിയും. അവർ പോകും. രണ്ട് കൂട്ടരെ ഇടത്തും വലത്തുമായി ദൈവം തിരിക്കുന്നതിനെ കുറിച്ചും ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞുവല്ലോ. മനുഷ്യരെ ദൈവം രണ്ട് വശത്തായി തിരിക്കും. തന്റെ ഇടതുവശത്തും തന്റെ വലതുവശത്തുമുള്ള രണ്ട് കൂട്ടരായി ദൈവം മനുഷ്യനെ തിരിക്കും. ഇതെപ്പോഴായിരിക്കും? ഇന്ന് ഈ കാണുന്ന, ഇന്ന് ആൾക്കാർ പറയുന്നത് പോലെ, മനുഷ്യർ പറയുന്നത് പോലെ ഇപ്പോഴല്ല, ഭൂമിയിൽ വെച്ചല്ല ദൈവം ഇത് ചെയ്യുന്നത്. മരണത്തിന് ശേഷം, എല്ലാ മനുഷ്യരുടെയും മരണത്തിന് ശേഷം സ്വർഗത്തിന് ദൈവം അത് ചെയ്യും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27, 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ മനുഷ്യർക്ക് വേണ്ടി ഒരു ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ന്യായവിധി ഉണ്ട് എന്നതാണ് ഈ വചനവും നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇതിൽ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്, മനുഷ്യനെ രണ്ട് വിഭാഗമായി, മനുഷ്യരെ ദൈവം രണ്ട് ഭാഗമായി, തന്റെ വലതുവശത്തുള്ളവരോട് വലതുവശത്തായി ഒരു ഭാഗത്ത് തിരിക്കും, തന്റെ ഇടതുവശത്തായി ഒരു ഭാഗത്ത് തിരിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ കാണുന്നതിൽ ഈ മൂന്ന് പാർട്ടുകളിൽ, അതായത് ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 25-ലുള്ള മൂന്ന് പാർട്ടുകൾ, മൂന്ന് പാസേജുകളും നമ്മൾ പഠിച്ചു നോക്കിയാൽ അതിൽ രണ്ട് ഭാഗങ്ങളായി തിരിക്കപ്പെട്ട മനുഷ്യ സമൂഹത്തെ കാണുവാനായി കഴിയും. അതൊരു എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഉപമയായി യേശു ക്രിസ്തു പഠിപ്പിച്ച ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ആ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അതാണ് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മണവാളനെ എതിരേൽക്കുവാനായി വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടു പോയ 10 കന്യകമാർക്ക് സദൃശമാകും. എന്താണ് ഈ 10 കന്യകമാരുടെ പ്രത്യേകത? ഈ 10 കന്യകമാരും ഈ ഒരു മണവാളനെ എതിരേൽക്കുവാനായി അവർ ഒരുങ്ങി ഇരിക്കുകയാണ്. ഈ 10 മണവാട്ടികള്, ആ 10 പേരും ഒരുപോലെ നന്നായി ഡ്രസ് ചെയ്തു, നന്നായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അവർ മണവാളന് വേണ്ടി കാത്തിരിക്കുവാൻ വേണ്ടി 10 പേരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഒരേ മനസ്സോടെ അവർ കൂടിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇതിൽ സംഭവിച്ചു പോയത് ഇങ്ങനെയാണ്: അതിൽ 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേരോ ബുദ്ധിയില്ലാത്തവരായിരുന്നു. അതാണ് ഇതിലുള്ള വ്യത്യാസം. 10 പേരും ഒരുക്കം നന്നായിരുന്നു, 10 പേരും മനസ്സ് നന്നായിരുന്നു, 10 പേരും കൂടിയത് ഒരു സ്ഥലത്തായിരുന്നു. പക്ഷേങ്കിൽ 5 പേരുടെ അവരുടെ ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. എന്താണ് അവർക്കുണ്ടായ ബുദ്ധിയും 5 പേർക്കുണ്ടായിരുന്ന ബുദ്ധിയും 5 പേർക്ക് ഇല്ലാതിരുന്ന ബുദ്ധിയും എന്തായിരുന്നു? അതാണ് ആദ്യമായി ചിന്തിക്കുവാനായി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്.
ആ 5 പേര് ബുദ്ധിയുള്ളവർ അവരെന്താ ചെയ്തതറിയാമോ? അവർ വിചാരിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ വിളക്കുകളിൽ നമ്മൾ എണ്ണ ശേഖരിച്ചിട്ടുണ്ട്, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ട്. പക്ഷേ ഈ മണവാളന്റെ വരവ് അല്പം താമസിച്ചു പോയാൽ, അല്പം വൈകിപ്പോയാൽ എന്ത് ചെയ്യും? ഈ വിളക്കിൽ ഇരിക്കുന്ന എണ്ണ അത് തീർന്നു പോയാൽ, ആ തീർന്നു പോകുന്നത് വരെയും നമ്മുടെ മണവാളൻ വന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരുപക്ഷെ വൈകിപ്പോയി, മണവാളന്റെ വരവ് വൈകിപ്പോയാൽ, ഈ എണ്ണ തീർന്നു പോയാൽ നമുക്ക് വിളക്ക് തെളിയിക്കുവാൻ സാധ്യമല്ല, വിളക്ക് ശോഭിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എക്സ്ട്രാ ബാഗ് എന്ന് പറയുന്നത് പോലെ അവർ പ്രത്യേകിച്ച് മറ്റൊരു പാത്രം എടുത്തു. ആ പാത്രത്തിൽ അവർ എണ്ണ നിറച്ചു. എന്നിട്ട് ആ എണ്ണയും അവർ കരുതി അവരോടൊപ്പം വെച്ചിരുന്നു. സ്തോത്രം. എന്നാൽ ഈ 5 പേര് ബുദ്ധിയുള്ളവരായി അവരുടെ വിളക്കുകളിൽ മാത്രമല്ല, അടുത്തൊരു പാത്രത്തിൽ കൂടെ ആ എണ്ണ ശേഖരിച്ച് അവർ കാത്തിരുന്നു. എന്നാലോ 5 പേർ പറഞ്ഞു, ഓ അങ്ങനെയൊന്നുമില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒരുക്കമുണ്ടല്ലോ, നമ്മൾ വിളക്കെടുത്തിട്ടുണ്ടല്ലോ, വിളക്കിൽ എണ്ണയുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യും, ഈ വിളക്കിലുള്ള എണ്ണ തീരുന്നതിന് മുൻപ് തന്നെ മണവാളൻ വരും, നിശ്ചയമാണ്. അങ്ങനെയാണ് മണവാളൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മണവാളൻ നിശ്ചയമായും വരുമ്പോൾ ഈ വിളക്ക് ശോഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മറ്റൊരു പാത്രത്തിൽ കരുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ 5 പേരും വിളക്കുകളിൽ ഉള്ള എണ്ണ സംതൃപ്തിയോടെ കൊണ്ടുവന്ന് അവരും കാത്തിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സ്തോത്രം. ആ മണവാളന്റെ വരവ് അല്പസമയം വൈകിപ്പോയി. ആ മണവാളന്റെ വരവ് അല്പസമയം വൈകിയപ്പോൾ ഈ 10 കന്യകമാരും ഒരുപക്ഷെ അവിടെ കിടന്നോ ഏതോ വിധത്തിൽ അവിടെ ഉറങ്ങുകയായിരുന്നു. 10 പേരും, കാരണം ഒത്തിരി സമയം കാത്തിരുന്ന് മുഷിഞ്ഞ് അവരുടെ കണ്ണുകൾക്ക് ഉറക്കം വന്ന് 10 പേരും ഉറങ്ങി. 10 പേര് ഉറങ്ങി കിടക്കുമ്പോഴാണ് മണവാളൻ ഇതാ വരുന്നു എന്ന ശബ്ദം കേട്ടത്. മണവാളൻ വരുന്നു എന്ന ശബ്ദം കേട്ടപ്പോൾ മണവാട്ടികളായിരിക്കുന്ന 10 പേര് ചാടി എഴുന്നേറ്റ്. സ്തോത്രം. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ വിളക്കുകൾ അണഞ്ഞിരിക്കുന്നു. അതിലുള്ള വിളക്കുള്ള എണ്ണ തീർന്നിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്തതറിയാമോ? ബുദ്ധിയുള്ളവർ ചിന്തിച്ചു. ബുദ്ധിയുള്ളവർ അവരുടെ പാത്രങ്ങളിൽ കരുതി വെച്ചിരുന്ന എണ്ണയെ വേഗത്തിലെടുത്തു. അവർ അതിനെ ഓപ്പൺ ചെയ്ത് ഈ വിളക്കുകളിലേക്ക് അവർ ഒഴിച്ചു. ആ വിളക്കുകളിലേക്ക് എണ്ണ നിറഞ്ഞു. പിന്നെയും 5 പേരുടെ വിളക്കുകൾ ശോഭിച്ചു. ഈ 5 പേരെന്താ ചെയ്തത്? അവർ ഓടി വന്ന് പറയുന്നു, അയ്യോ ഞങ്ങൾക്കൂടെ തരണമേ, ഈ എണ്ണയിൽ നിന്ന് അല്പം ഞങ്ങൾക്കും തരണമേ, അയ്യോ വിളക്കിൽ എണ്ണ തീർന്നു പോയിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവർ നിരാശയോടെ അവരോട് ചോദിച്ചപ്പോഴേക്ക് ആ 5 പേർ ബുദ്ധിയുള്ളവർ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇല്ലാതെ വരാൻ അങ്ങനെ നഷ്ടമായി പോയി. മണവാളൻ വന്നെത്തുമ്പോൾ ഞങ്ങളുടെ വിളക്കിലും എണ്ണയില്ലാതെ അങ്ങനെ പോകുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഈ എണ്ണ നേരത്തെ കരുതി വെക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ അതിന് ചേർത്ത് വെച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് മേൽ പോയി ഞങ്ങൾക്കും പോരാതെ വരുന്നതിനേക്കാൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, വിൽക്കുന്നിടത്ത് പോയി എണ്ണ വാങ്ങിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് 5 പേരും അവരുടെ കയ്യിലുള്ള എണ്ണയെ അവരുടെ വിളക്കുകളിൽ ഒഴിച്ചു. ഹല്ലേലൂയ. ഈ ബുദ്ധിയില്ലാത്തവർ എന്താ ചെയ്തത്? അവർ വളരെ വേഗത്തിൽ പോയി, അവർ എണ്ണ വിൽക്കുന്നിടത്ത് പോയി. പക്ഷേ അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി സമയത്ത് സ്തോത്രം ഒരിക്കലും അവർക്ക് എണ്ണ വാങ്ങിക്കുവാൻ കഴിയത്തില്ല. അവരെവിടെയോ പോയി എണ്ണ വാങ്ങിച്ച് മടങ്ങി വന്നപ്പോൾ ഈ മണവാളൻ വന്നു. ആ മണവാളന്റെ ബുദ്ധി ഉണ്ടായിരുന്ന 5 മണവാട്ടികൾ ഒരുങ്ങി കാത്തിരുന്ന, ഉണർന്ന് ഒരുങ്ങി കാത്തിരുന്ന 5 പേർ മണവാളനോടുകൂടെ കരകയറുവാനിടയായി, അവർ കയറി പോകുവാനിടയായി. ഈ 5 പേർ വന്നു. അവർ വന്നു വിളക്കിൽ എണ്ണയും ശേഖരിച്ച് മടങ്ങി വന്നിട്ട്, അയ്യോ മണവാളൻ ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മണവാളൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞു അവർ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലായി. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, സ്തോത്രം, ഇതിൽ 2 വിധത്തിലുള്ള 2 വിഭാഗക്കാർ, 2 വിധത്തിലുള്ള ആൾക്കാർ. അവിടെ ഒരു തിരിവ് തിരിയുകയാണ്. 5 പേർ ബുദ്ധിയുള്ളവരായി മണവാളനോടുകൂടെ കടന്നുപോയി. 5 പേർ മണവാളനാൽ കൈവിടപ്പെട്ടവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമുണ്ട്. ആ വചനത്തിൽ അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്
മനസ്സിലാക്കേണ്ടതായ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്പർ 1, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിയുള്ള മണവാട്ടികളെ പോലെ ഉണർന്ന് കാത്തിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു സത്യം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും, കാത്തിരുന്നാലും ഇല്ലെങ്കിലും, ഒരു സത്യം യാഥാർത്ഥ്യമാണ്: മണവാളന്റെ വരവ് ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മണവാളനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവ് എത്രയും പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് പരിഹസിക്കരുതേ, അതുകൊണ്ട് ആക്ഷേപിക്കരുതേ, അതുകൊണ്ട് തള്ളിക്കളയരുതേ. ദൈവത്തിന്റെ വചനം നിങ്ങളോട് പ്രസ്താവിക്കുമ്പോൾ ആ വചനത്തെ തള്ളിക്കളയരുത്, അതിനെ ഉപേക്ഷിക്കരുത്. ഒരു കാര്യം ശ്രദ്ധിക്കുക: നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരുക്കം ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ വസ്ത്രധാരണത്തിലോ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുങ്ങി കാത്തിരുന്നാലും, ബുദ്ധിയുള്ളവരെ പോലെ എണ്ണ ശേഖരിച്ചു വെക്കുവാൻ എണ്ണ ശേഖരിച്ച് കാത്തിരിക്കാതിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അബദ്ധം പറ്റിപ്പോകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്: ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടവേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തികൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണം. അതാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്: യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ ഉന്നതികളിലേക്ക് പറന്നുയരും. ഹല്ലേലൂയ. ഉന്നതികളിലേക്ക് പറന്നുയരണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. അതിനായി ദൈവത്തിന്റെ മുൻപിൽ കാത്തിരുന്ന് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ പ്രാപിച്ചുകൊള്ളുക എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളോട് പ്രബോധിപ്പിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഞാൻ ആഹ്വാനം ചെയ്യുന്നു: ഇതുവരെ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങാതിരിക്കുന്നുവെങ്കിൽ, ഇതുവരെ മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ, മണവാളന്റെ വരവിന് വേണ്ടി, നമ്മുടെ യേശു ക്രിസ്തു എന്ന മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങാതിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുങ്ങുക. ഇനി ഇത് കാലം അധികമില്ല, ഇനി കാലം അധികമില്ല, ഇനി നാളുകൾ അധികമില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഏകദേശം 24-ാം അധ്യായത്തിൽ അതില് 28-ലധികം യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ ഏകദേശം more than 28 പരം അടയാളങ്ങൾ ഈ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് യേശു ക്രിസ്തു ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, യേശു ക്രിസ്തു യെരൂശലേം ദൈവാലയത്തെ വിട്ട് പുറപ്പെട്ടു പോകുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പറയുന്നു: അയ്യോ കർത്താവേ, യെരൂശലേം ദൈവാലയത്തിന്റെ പണി എന്ത് മനോഹരമാ, എന്ത് നന്നായിരിക്കുന്നു, എന്ത് ഭംഗിയായിരിക്കുന്നു എന്ന് യെരൂശലേം ദൈവാലയത്തിന്റെ പണി കാണിക്കുവാൻ ശിഷ്യന്മാർ ബന്ധപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു ദൈവാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു: ഇതിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അതല്പ കഴിഞ്ഞപ്പോഴേക്കും ഒലിവ് മലയിൽ യേശു ഒറ്റയ്ക്കിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അടുത്ത് വന്ന് ചോദിച്ചു: അയ്യോ കർത്താവേ, അയ്യോ ഗുരു, ഒരു കാര്യം നീ നേരത്തെ പറഞ്ഞുവല്ലോ, അത് എപ്പോഴാ സംഭവിക്കുന്നത്? അത് എപ്പോൾ സംഭവിക്കും? അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് തനിച്ച് ഒറ്റയ്ക്ക് സെപ്പറേറ്റായി മാറ്റി നിർത്തി ഇരിക്കുമ്പോൾ യേശുവിനോട് ചോദിച്ചപ്പോഴാണ് യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തത്. അതാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുവാൻ കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. കള്ളപ്രവാചകന്മാരത് എഴുന്നേൽക്ക്. ഒത്തിരി കാര്യങ്ങൾ യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തു അവിടെ പറഞ്ഞു വരികയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് എന്റെ പേരെടുത്ത് അനേകരെ തെറ്റിക്കും. സ്തോത്രം. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കാം.
ക്ഷാമമുണ്ടാകും, തീരാത്ത വ്യാധികൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം യേശു ക്രിസ്തു പറഞ്ഞു. ഒരു സത്യം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. 2000 വർഷങ്ങൾ കൊണ്ട് ഈ വചനമെടുത്ത് എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്, കേൾപ്പിക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നു, എന്തിയേ നിങ്ങളുടെ യേശു എന്തിയേ? 2000 വർഷമായി ഇതാ വരുന്നെന്ന് പറഞ്ഞു ഇതുവരെ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. പക്ഷെ ഒരു സത്യം ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് താമസിപ്പിക്കുന്നതിന്റെ കാരണം ഇനിയും ചിലർ കൂടെ, ഇനിയും കോടിക്കണക്കിന് ജനം യേശു ക്രിസ്തുവിനെ അറിയുവാനായിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ സത്യം അനുഭവിക്കുവാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ സത്യവചനം ഗ്രഹിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്പ താമസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ അത് വിളിച്ചു പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. പത്രോസ് പറയുന്നു അതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ യേശു ക്രിസ്തുവിന്റെ വരവ് ആയിത്തീരും. പൗലോസ് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ ഇറങ്ങി വരും. ഇങ്ങനെ അപ്പോസ്തലന്മാർ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മൾ ഓർത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ, നീയാകുന്നുവോ മെശിഹ, ആർ യു ദാറ്റ് മെസ്സിഹ എന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. ആ മെശിഹ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഇന്ന് നിങ്ങൾ ഉപദ്രവിക്കുന്ന, നിങ്ങൾ ഇന്ന് കൊല്ലുന്ന ഈ യേശു ക്രിസ്തു പിന്നീട് മേഘങ്ങളിൽ, മേഘമെന്ന വാഹനത്തിൽ മടങ്ങി വരുമെന്ന് യേശു ക്രിസ്തു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ മരണം, അതിനെ അടക്കം കഴിഞ്ഞ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നിട്ട് സ്വർഗാരോഹണം ചെയ്യുകയാണ്. ഒലിവുമലയിൽ നിൽക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് നിൽക്കുന്ന അപ്പോസ്തലന്മാരുമായി ഒരുമിച്ച് ഒലിവുമലയിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ മേഘമെന്ന വാഹനം, മേഘമിറങ്ങി വന്നു. യേശുവിനെ ആ മേഘത്തിൽ എടുത്തുകൊണ്ടുപോവുകയാണ്. യേശു സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുകയാണ്. യേശു സ്വർഗാരോഹണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അപ്പോസ്തലന്മാർ ആ ഒലിവുമലയിൽ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആകാശത്തിലേക്ക് നോക്കി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് 2 ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ഈ അപ്പോസ്തലന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പുറപ്പെട്ടു പോയ, കരകയറിപ്പോയ, നിങ്ങളെ വിട്ട് കയറിപ്പോയ യേശു അവൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാരിലേക്ക് നോക്കിയ സക്കറിയ, ഹബക്കൂക്ക് തുടങ്ങിയ പ്രവാചകന്മാർ ഒക്കെ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവ് നിശ്ചയമാണ്. കർത്താവിന്റെ വരവിന്റെ സമയം ആസന്നമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ഇന്നത്തെ സാഹചര്യത്തെ നോക്കിയാൽ ലോകത്തെ മുഴുവനും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു കൊറോണ വൈറസ് കൊണ്ട് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, മനുഷ്യൻ ഭയപ്പെട്ട്, മനുഷ്യന്റെ പേടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, എല്ലാ മനുഷ്യർക്ക് ഭയവും ഭീതിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഒരു വശത്ത് രോഗം, ഒരു വശത്ത് യുദ്ധം, ഒരു വശത്ത് യുദ്ധശ്രുതികൾ, ഒരു വശത്ത് ക്ഷാമം, ഒരു വശത്ത് വെള്ളം കൊണ്ട് മനുഷ്യൻ നശിക്കുന്നു, ഒരു വശത്ത് വെള്ളം ഇല്ലാതെ നശിക്കുന്നു, പ്രകൃതി ക്ഷോഭങ്ങൾ കൊണ്ട് ഒരു വശത്ത് മനുഷ്യൻ നശിക്കുന്നു, മറുവശത്ത് പ്രകൃതിയുടെ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ മനുഷ്യൻ നശിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇതുപോലെ എന്തുമാത്രം വേദനകൾ, പ്രശ്നങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ ഒരു സത്യം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മണവാളന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് പഴയ ഭക്തന്മാർ പാടിയൊരു പാട്ടുണ്ട്, ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുപോലെ ഉണർന്നിരിക്കുക. ഇവിടെ കർത്താവ് പറയുന്ന വാക്കും ഇത് തന്നെയാണ്. ബുദ്ധിയുള്ള മണവാട്ടികളെ പോലെ ഒരുങ്ങി ഉണർന്ന് കാത്തിരിക്കണം. Praise the Lord. ആമേൻ. ദൈവസഭയെ, ഇന്നത്തെ ആഗോളമായ ദൈവസഭയെ നോക്കിയും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ഒരു സത്യം ഇതാണ്: ഉണർന്ന് ഒരുങ്ങി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഉണരുക, ഉണർന്ന് ഉണർന്നിരിക്കണം. മാത്രമല്ല ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം.
ഹല്ലേലൂയ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകുവാനായി താല്പര്യപ്പെടുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യങ്ങൾ വരെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായി കഴിയും. നമ്മുടെ കർത്താവ് പറഞ്ഞ രണ്ടാമത്തെ ഒരു സംഭവം ഇതാണ്. ഒരു മനുഷ്യൻ പരദേശത്തിലേക്ക് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തര് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ, യജമാനനായ മനുഷ്യൻ, അവൻ ഒത്തിരി സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് ആ മനുഷ്യൻ സമ്പത്തെടുത്ത് സ്തോത്രം അതിനെ 3 തന്റെ വേലക്കാരെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ അവരവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ആ യജമാനൻ കൊടുത്തു. ഒരു മനുഷ്യന് 5 താലന്ത് കൊടുത്തു, 5 talents, 5 താലന്ത് കൊടുത്തു. ഒരു മനുഷ്യന്, ഒരു വേലക്കാരന് 2 താലന്ത് കൊടുത്തു. ഒരു വേലക്കാരനെ വിളിച്ചു, ഒരു ദാസനെ വിളിച്ചു, അവന് 1 താലന്ത് കൊടുത്തു. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. ഈ സ്തോത്രം ഈ 8 താലന്ത് 3 പേർക്കായി കൊടുത്തിട്ട് ആ യജമാനൻ തന്റെ ദേശത്തേക്ക്, അന്യൊരു സ്ഥലത്തേക്ക് കടന്നുപോയി, പരദേശത്തിലേക്ക് കടന്നുപോയി. താൻ കടന്നു പോകുമ്പോൾ ഈ 3 പേരോട് ഒരു വാക്കാണ് പറഞ്ഞേച്ചു പോയത്. നിങ്ങൾ ഈ താലന്ത് കൊണ്ടുപോയി വ്യാപാരം ചെയ്യണം. ഈ താലന്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. നിങ്ങൾ വർദ്ധിപ്പിച്ച് ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നതും അല്ലാത്തതുമായ നന്മയോടുകൂടെ എന്നെ തിരികെ ഏൽപ്പിക്കണം എന്ന വാക്കുകൾ, ആലോചനകൾ പറഞ്ഞ് ആ മനുഷ്യൻ തന്റെ അന്യദേശത്തിലേക്ക് കടന്നുപോയി. എന്താ സംഭവിച്ചത്? 5 താലന്ത് ലഭിച്ചവൻ വളരെ സന്തോഷത്തോടെ, എനിക്ക് 5 താലന്ത് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 5 താലന്ത് കൊണ്ടുപോയി ഓടി നടന്നവൻ അതിനെ വ്യാപാരം ചെയ്തു. അവൻ 5 താലന്തിനോട് കൂടെ 5 താലന്ത് അവൻ സമ്പാദിക്കുവാനിടയായി. Praise the Lord. 5 താലന്ത് ലഭിച്ചവൻ മിണ്ടാതിരുന്നില്ല. അവൻ 5 താലന്ത് ലഭിച്ചതിന്റെ സന്തോഷത്തോടെ ഓടിച്ചെന്ന് 5 താലന്ത് കൂടെ അവൻ സമ്പാദിച്ചു. Praise God. 2 താലന്ത് ലഭിച്ചവൻ അവനും മൗനമായിരുന്നില്ല. അവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവൻ ഓടി നടന്ന് ആ 5 താലന്ത് കൊണ്ട് വ്യാപാരം ചെയ്തു. അവനും 2 താലന്ത് എക്സ്ട്രാ അവൻ സമ്പാദിക്കുവാനിടയായി. Praise the Lord. ഇപ്പോൾ 1 താലന്ത് ലഭിച്ചവൻ എന്താ ചെയ്തത്? എനിക്ക് 1 താലന്തേ ലഭിച്ചുള്ളൂ, എനിക്ക് ഇത്രയേ ലഭിച്ചുള്ളൂ, അതുകൊണ്ട് സാരമില്ല, ഇത്രയല്ലേ എന്റെ യജമാനൻ തന്നുള്ളൂ. അവനെ നോക്കൂ, അവൻ 5 കൊടുത്തു, ഇവനെ നോക്കൂ 2 കൊടുത്തു, എനിക്കോ 1 താലന്തേ തന്നുള്ളൂ എന്നുള്ള ആ ഒരു വല്ലാത്ത മാനസിക വിഭ്രാന്തിയോടെ അവൻ ചെന്നു അവന്റെ ഈ താലന്തിനെ കുഴിച്ചു വെച്ചു, മണ്ണിൽ കുഴിച്ചു വെച്ചു. എന്നിട്ട് സുഖമായി കിടന്നിറങ്ങി. അവന്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി. യജമാനന് വേണ്ടി അവൻ ചെയ്തില്ല. യജമാനനോട് പറഞ്ഞത് അനുസരിച്ചില്ല. യജമാനൻ പറഞ്ഞ വാക്ക് അവൻ കേട്ടു, പക്ഷെ അനുസരിക്കുവാൻ തയ്യാറായില്ല. യജമാനൻ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് അതിനെ മറുവശത്ത് മറുകൃതിയായി മറുരൂപത്തിൽ അവൻ ചെയ്തുകൂട്ടി. അവനൊന്നും ചെയ്യാൻ അവൻ താല്പര്യപ്പെട്ടില്ല. പക്ഷെ 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടി ലഭിച്ചു. അവന്റെ കയ്യിൽ 10 താലന്ത് ഇപ്പോഴുണ്ട്. 2 താലന്ത് ലഭിച്ചവന് 2 കൂടെ നേടി. അവൻ 4 താലന്ത് ഇപ്പോൾ അവന്റെ കയ്യിലുണ്ട്. ഈ 1 താലന്ത് ലഭിച്ചവനോ അവൻ 1 താലന്ത് മണ്ണിൽ കുഴിച്ചു വെച്ചിട്ട് അവൻ മിണ്ടാതിരുന്നു, മൗനമായിരുന്നു. എന്താ സംഭവിച്ചത്? ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ യജമാനൻ മടങ്ങി വന്ന് തന്റെ 3 വേലക്കാരെ, 3 ദാസന്മാരെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ആ താലന്തുകളും അതോടൊപ്പം നിങ്ങൾക്ക് സമ്പാദിച്ചതായ താലന്ത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ 3 പേരും ആ യജമാനന്റെ മുൻപാകെ കടന്നു വന്നു. 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ നേടിയ സന്തോഷത്തോടെ അവൻ വരികയാണ്. ആ യജമാനന്റെ അടുക്കൽ വന്ന് വളരെ സന്തോഷത്തോടെ, മനസ്സിൽ സംതൃപ്തിയോടെ അവൻ ഈ താലന്തുകൾ 10 താലന്തുകളായി യജമാനന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 5 താലന്ത് തന്നു. ഞാൻ ഈ 5 താലന്ത് കൊണ്ടുപോയി ഞാൻ വ്യാപാരം ചെയ്തു. ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാൻ കഠിനമായി അധ്വാനിച്ചു. ഈ അധ്വാനിച്ചപ്പോൾ എനിക്കിതാ 5 താലന്ത് കൂടെ എനിക്ക് നേടുവാനിടയായി. ഇതാ ഞാൻ 10 താലന്തായി അങ്ങയുടെ കരങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ആ യജമാനന്റെ കൈ
കയ്യിൽ 10 താലന്തുകളും തിരികെ കൊടുത്തു. 2 താലന്ത് ലഭിച്ചവൻ അവനോടി സന്തോഷത്തോടെ വന്നു. സ്തോത്രം. ആ സന്തോഷത്തോടെ വന്നപ്പോൾ അവന് 2 താലന്ത് ലഭിച്ചു. അതിനെ കൊണ്ടുപോയി വ്യാപാരം ചെയ്തു. 2 താലന്ത് കൂടെ നേടിയത്, ആ 2 താലന്ത് നേടി അവൻ 4 താലന്തായി യജമാനന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്ത് തന്നു. ഞാൻ അല്പം പോലും വിശ്രമിച്ചില്ല, ഞാൻ അല്പം പോലും മൗനമായിരുന്നില്ല, ഞാൻ അല്പം പോലും അവൻ റെസ്റ്റ് എടുത്തില്ല. ഞാൻ ഓടി നടന്ന് അധ്വാനിച്ചു. എന്നെ കൊണ്ട് ഇത്രയേ നേടുവാനായി കഴിഞ്ഞുള്ളൂ. യജമാനനെ, ഇതാ നീ എനിക്ക് തന്ന 2 താലന്ത്, അതിനോടൊപ്പം 2 താലന്ത് സമ്പാദിച്ചത് 4 താലന്ത് ഇതാ എന്ന് പറഞ്ഞ് യജമാനന്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ അവൻ എന്താ ചെയ്തതറിയാമോ? അവൻ മിണ്ടാതെ അവിടെ ഒരു കോപത്തോടെ കഠിന ഹൃദയമുള്ളവനായി അവൻ വരികയാണ്. അവൻ വന്നിട്ട് അവൻ 1 താലന്ത് ലഭിച്ചവൻ വന്ന് യജമാനന്റെ അടുക്കൽ പറയുകയാണ്. അതിന് 24-ാമത്തെ വാക്യം, 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കുക, ഈ താലന്ത് കൊടുത്ത യജമാനനെ നോക്കി, ഇവനൊരു കഠിന മനുഷ്യനാണ്. ആരാ? ഈ 1 താലന്ത് വാങ്ങിച്ചവനും കഠിന മനുഷ്യനാണ്. അതുകൊണ്ടാണ് അവന്റെ വായിൽ നിന്ന് ആ നല്ല യജമാനനെ നോക്കി ആ ഒരു വാക്ക് പറഞ്ഞത്, നീ ഒരു കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. നീ ഒരു കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. ഇവനൊരു കഠിന മനുഷ്യനായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയമുള്ളവനായിരുന്നുവെങ്കിൽ അവന്റെ സമ്പത്ത് ഈ 5 താലന്തായും 2 താലന്തായും 1 താലന്തായി തിരിച്ച് കൊടുക്കേണ്ടതിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. സ്തോത്രം. ഇതവൻ മനസ്സിലാക്കിയില്ല. മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി പ്രസ്താവിക്കും. അവൻ ഇന്നുവരെ ആ 1 താലന്ത് ലഭിച്ചതിന്റെ അന്നു മുതൽ ഇന്നുവരെ മടക്കി യജമാനന്റെ കയ്യിൽ കൊടുക്കുന്നത് വരെ അവന്റെ ചിന്ത ഇതായിരുന്നു, ഈ യജമാനൻ കഠിന ഹൃദയമുള്ളവൻ, ഈ യജമാനൻ ഒരു ക്രൂരനാണ്, ഈ യജമാനൻ ഒരുപക്ഷെ ഈ താലന്ത് തിരികെ ചോദിക്കുമോ ഇല്ലയോ എന്ന് പോലും അവനൊരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി ആ താലന്തുകളെ കൊഴിച്ചു വെച്ചു. അവനെതിരെ മണ്ണിൽ മറച്ചു വെച്ചു. എന്നിട്ട് അവനൊരു പക്ഷെ പറയാമായിരുന്നു, അല്ല യജമാനനെ, ഞാൻ ചെയ്തില്ല, ഞാൻ മടിയനായിരുന്നു, ഒന്നും പറയുന്നില്ല. യജമാനനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവൻ സംസാരിച്ചു. എന്നാൽ ശ്രദ്ധിക്കുക, ഇനി അതിന്റെ ആദ്യത്തെ 2 ദാസന്മാരിലേക്ക് പോകുക. സ്തോത്രം. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ നേടി 10 താലന്ത് ലഭിച്ചു. ആ ലഭിച്ച താലന്ത് യജമാനന്റെ കയ്യിൽ കൊടുത്തപ്പോൾ യജമാനൻ പറഞ്ഞൊരു വാക്ക് എന്തെന്നറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നീ എന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. കാരണം എന്തെന്നറിയാമോ? നീ ഒരു വിശ്വസ്തനായിരുന്നു. you are a faithful servant. നീ ഒരു വിശ്വസ്തനായ ദാസനായിരുന്നു. കാരണം എന്ത്? നിനക്ക് ലഭിച്ചതിനെ മൗനമായി വെച്ചില്ല. ആ താലന്തിനെ നീ കൊണ്ടുപോയി വ്യാപാരം ചെയ്തു. 5 കൂടെ നേടിയത് കൊണ്ട് നീ വിശ്വസ്തതയുള്ളവനാണ്. 2 താലന്ത് ലഭിച്ചവനോട് അതേ വാക്ക് തന്നെയാണ് ദൈവം പറഞ്ഞത്. ആ യജമാനൻ പറഞ്ഞത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് അധികാരിയാക്കും, അധികത്തിന് വിചാരകനാക്കും, എന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ യജമാനനെ നോക്കി, നീ കഠിന ഹൃദയം എന്ന് പറഞ്ഞു വിതയ്ക്കാത്തടുത്തുനിന്ന് നീ കൊയ്യുന്ന ഒരു വ്യക്തിയാണ്, വിതറാത്ത സ്ഥലത്ത് നിന്ന് ചേർക്കുന്ന ഒരു കഠിന ഹൃദയം എന്ന് പറഞ്ഞ് ഈ 1 താലന്ത് ലഭിച്ചവൻ യജമാനൻ നോക്കി പറഞ്ഞില്ലേ, അവന് ലഭിച്ചതായ വിഷയം, അവന് ലഭിച്ച പേരെന്താണെന്നറിയാമോ? ഇങ്ങനെയാണ്. സ്തോത്രം. അതിന്റെ 28-ാമത്തെ അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും
മടിയനുമായ ദാസനെ ഞാൻ വിതറാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം അവൻ പൊൻ വാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. ഇങ്ങനെ ഉള്ളവന് അങ്ങനെ ഉള്ളവന് ഏവന് ലഭിക്കും, അവനോ സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തുകളയും. എന്നിട്ടോ കൊള്ളരുതാത്ത എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. Praise the Lord. ഇത്രയും ദീർഘമായി ഞാൻ വായിപ്പിച്ചത് ചിലപ്പോൾ ചിലർ വായിക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ്, വേദപുസ്തകത്തിൽ വായിക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഭാഗം വായിച്ചത്. ആ മടിയനായ ആ കഠിന ഹൃദയ ഉടമസ്ഥനായ ആ ഒരു താലന്ത് ലഭിച്ച ദാസൻ അവരെ നോക്കി യജമാനൻ പറഞ്ഞ വാക്കിതാണ്, സ്തോത്രം, നീ പോകുക, നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്തില്ല, നീ ചെയ്യേണ്ട വിധം ചെയ്തില്ല, അതുകൊണ്ട് നീ പോകുക. കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടുള്ള സ്ഥലത്ത് അവനെ തള്ളിക്കിടുവീൻ, അവനെ തള്ളിക്കളവീൻ എന്ന് പറഞ്ഞ് അവൻ ദുഷ്ടനും മടിയനുമായ ഒരു താലന്ത് ലഭിച്ച ആ ദാസനെ അവൻ തള്ളിക്കളയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ശ്രദ്ധിക്കുക. ഒന്നാമത്, ഒരു മണവാളന് വേണ്ടി കാത്തിരുന്ന 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. അതുകൊണ്ട് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഉണർന്ന് കാത്തിരിപ്പീൻ. ആ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, അവൻ ആ യജമാനൻ പോയിരിക്കുകയാണ്. യജമാനൻ തന്റെ സമ്പത്തിനെ തന്റെ വേലക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ആ സ്ഥാനത്തെ, ആ ഭാഗത്തെ ഒന്നല്പം തിരുത്തി പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ രക്തം വിലയായി കൊടുത്ത്, മറുവിലയായി കൊടുത്ത് താൻ വാങ്ങിച്ച സഭ എന്ന തന്റെ വലിയ സമ്പത്താകുന്ന മണവാട്ടിയെ ഈ ഭൂമിയിൽ കർത്താവാക്കി വെച്ചിരിക്കുമ്പോൾ, ഈ സഭയെ പരിപാലിക്കുവാൻ മറ്റാരെയുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്റെ ദാസന്മാരാകുന്ന എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും ദൈവത്തിന്റെ അഭിഷിക്തന്മാരുണ്ടാകാം. ഒരുപക്ഷെ വിവിധ നിലകളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഈ ദൈവവചനം ശ്രമിക്കുകയായിരിക്കാം. ചെറുതാണ്, ചെറിയ കാര്യം എന്ന് വിചാരിച്ച് അതിനെ മൂടി മറച്ച് വെക്കരുത്. ഒരു ചെറിയ താലന്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, പാട്ട് പാടുവാൻ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, മറ്റേതോ വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒരു വേല ചെയ്യുവാൻ ദൈവം നിങ്ങൾക്കൊരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് അവരെ പോലെ പേര് പറയുവാൻ ഇല്ലല്ലോ, അവരെ പോലെ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ദുഷ്ടനും മടിയനുമായ ഈ ദാസൻ ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയുള്ളവരാരെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ദൈവം തന്ന താലന്തുകളെ, ദൈവം തന്ന കൃപകളെ, ദൈവം തന്ന അനുഗ്രഹത്തെ അവൻ ഇപ്പോഴും മൂടി മറച്ചേച്ച് ആർക്കും ഒരു തരത്തിൽ ഉപയോഗമില്ലാത്ത വിധത്തിലുള്ള ഒരു അനുഭവത്തിൽ അവൻ യജമാനന് കൊടുക്കുവാന് നല്ല മനസ്സുള്ളവരായി പ്രവർത്തിക്കാതെ മൂടി മറച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അവൻ സ്തോത്രം നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വിനീതമായി അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇനിയുള്ള ദിവസങ്ങൾ, ഇന്ന് രാത്രി വരെ നിങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ താല്പര്യപ്പെടാതെ, ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി
കുറ്റപ്പെടുത്തി, അവരെ ആക്ഷേപിച്ച്, ഇവരെ പരിഹസിച്ച്, പ്രസംഗിക്കുന്നവരെ ആക്ഷേപിച്ച്, പ്രസംഗിക്കുന്നത് കുറ്റം കണ്ടുപിടിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ താഴെ ഒത്തിരി കമന്റ്സുകളൊക്കെ എഴുതി അവൻ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ മാനസാന്തരപ്പെടുക, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുക, കർത്താവിന്റെ വിശ്വസ്തതയിൽ മടങ്ങി വരിക. ദൈവം ഏൽപ്പിച്ച താലന്തുകളെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്യാതെ, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരത്തെ ദുർവിനിയോഗം ചെയ്യാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി ദൈവനാമത്തിൽ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ്, നമ്മുടെ യജമാനന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമതായി ഒരു ഭാഗം കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. അതിന് 31-ാമത്തെ വാക്യം മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു 31-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിങ്കൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ തന്റെ ഇടത്തും നിർത്തും. സ്തോത്രം. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു ന്യായവിധിയുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം മനുഷ്യർക്ക് ഒരു ന്യായവിധിയുണ്ട്, ഒരു വെള്ള സിംഹാസനമുണ്ട്. ആ വെള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം ന്യായം വിധിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിങ്ങൾ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അവൻ മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനും ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്കടുത്ത് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സ്തോത്രം. നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ന്യായവിധിയെ കുറിച്ച് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ഒരു വെള്ള സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന് മുൻപിൽ മരിച്ചവർ ആബാലവൃദ്ധം, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ആ ബാലവൃദ്ധം സകലവരും ദൈവത്തിന് മുൻപിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. Praise the Lord. ആ ദിവസത്തിൽ ദൈവം ചെയ്യുന്നത് ഒരു ഇടയൻ, ഒരു ശ്രേഷ്ഠ ഇടയൻ തന്റെ ആ ആടുകളെ, ചെമ്മരിയാടുകളെ ഒരു വശത്ത്, കോലാടുകളെ ഒരു വശത്തുമായി വേർതിരിക്കുന്നത് പോലെ കർത്താവ് ചെയ്യും. തന്റെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധിയുള്ള മണവാട്ടിയായിരുന്ന 5 പേരെ പോലെ ബുദ്ധിയുള്ളവരായി ഒരുങ്ങി വിശുദ്ധിയോടെ കാത്തു നിൽക്കുന്ന തന്റെ മണവാട്ടിയെ ചേർത്തുകൊണ്ട് തന്റെ വലതുവശത്തായി കർത്താവ് വേർതിരിക്കും. ആ വലതുവശത്തിലേക്ക് താൻ വേർതിരിക്കും. അവൻ സ്തോത്ര ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തേക്ക് വേർതിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സഭയെ ദൈവം വേർതിരിക്കും, തന്റെ വലതുവശത്തേക്കായി വേർതിരിക്കും. ഹല്ലേലൂയ. തന്റെ മണവാട്ടിയാകുന്ന സഭയെ തന്റെ വലതുവശത്തായി വേർതിരിക്കും. ആമേൻ. എന്നാൽ അടുത്ത് കോലാടുകൾ, അനുസരണം കെട്ടതായ കോലാടുകളെ സ്തോത്രത്തിന്റെ ഇടതുവശത്തിലേക്ക് വേർതിരിക്കും എന്നാണ് ഈ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ആകാശം മാറും, ചവിട്ടി നിൽക്കുന്ന ഭൂമി മാറിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നുവരെ വന്നിട്ടില്ലെങ്കിൽ ഇനിമേലും മാറ്റം വരികയില്ല. Praise the Lord. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. Praise the Lord.
ഓ നോക്കുക, സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാതി രാജാവായ കർത്താതി കർത്താവ് വിളിച്ചു പറയും, തന്റെ ജനത്തെ നോക്കി പറയും, അവൻ തന്റെ വലതുവശത്തുള്ള തന്റെ ജനത്തെ നോക്കി പറയും, അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ലോക സ്ഥാപനത്തിന് മുൻപായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യത്തെ നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ. എന്നാൽ തന്റെ ഇടതുവശത്തുള്ളവരെ നോക്കി കർത്താവ് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇടതുവശത്ത് അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ അതിന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ഹല്ലേലൂയ. തന്റെ ഇടതുവശത്തുള്ളവരെ നോക്കി പറയും, അവൻ പിശാചിനും അവൻ ദൂതന്മാർക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകുവീൻ. ഒരു വേർതിരിവുണ്ട്. 5 പേർ ഒരുങ്ങിയത് ശരിയാണ്. ഇന്ന് ദൈവസഭകളിലേക്ക് നോക്കി പറയട്ടെ, ഇന്ന് വിശുദ്ധി എന്ന് പറയുന്ന, വേർപാടെന്ന് പറയുന്ന, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന പെന്തക്കോസ്തുകാർ, ആത്മീയർ, അവൻ ക്രൈസ്തവ ഗോളത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഒരുങ്ങാത്തവരുമുണ്ട്. ഓ സാരമില്ലെന്ന്, ഓ ഇതൊന്നും പ്രശ്നമില്ലെന്ന് എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു കൂട്ട ക്രൈസ്തവ ലോകമുണ്ട്. അവരെ നോക്കി കർത്താവ് പറയും, ഇടതുവശത്തായി ദൈവം വേർതിരിച്ചിട്ട് പറയും, നിനക്ക് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. എന്നാൽ ദൈവത്തിന്റെ സത്യവചനം അനുസരിച്ച്, സത്യവചനം കേട്ട് അതിനെ അനുസരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ നോക്കി തന്റെ വലതുഭാഗത്തായി, അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ലോക സ്ഥാപനത്തിന് മുൻപേ ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ പോയി അവകാശമാക്കുവീൻ എന്ന് പറയുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരിയാക്കും, വിചാരകനാക്കും എന്ന് പറയുവാൻ ആ ശബ്ദം കേൾക്കേണ്ട സമയം വരികയാണ്. ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ പറയും, കൊള്ളാം വിശ്വസ്തൻ. നോ, അതൊന്നുമല്ല. സ്വർഗത്തിലെ ദൈവം ഇയ്യോബിനെ നോക്കി പറഞ്ഞതുപോലെ പറയണം. അതിനാൽ ഇന്ന് രാത്രിയിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്ന രാജാവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ആമേൻ. സ്തോത്രം. തന്റെ അനുഗ്രഹിക്കപ്പെട്ടവരെ വലതുവശത്തായി, ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും വേർതിരിക്കുന്നത് പോലെ ദൈവം വേർതിരിക്കും. എങ്ങനെയാണ്? സ്തോത്രം. ആരെയാണ് വേർതിരിക്കുന്നത്? ഈ ഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് മറ്റു മനുഷ്യരുടെ കഷ്ടതകളെ കാണുമ്പോൾ, അവരുടെ കഷ്ടതകളെ കണ്ട് കാണാത്തവരെ പോലെ പോകുന്നവരല്ല. വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു പ്രതിഫലമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നീ അറിയാത്തൊരു വ്യക്തിക്ക് ഒരു നേരത്തെ ആഹാരം എടുത്തു കൊടുക്കുന്നുവെങ്കിൽ, വാങ്ങിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ആ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, കൊടുക്കുന്നവർ ആർക്കാ കൊടുക്കുന്നത്? വാസ്തവത്തിൽ അവൻ യേശു ക്രിസ്തുവിനാണ് ഇത് കൊടുക്കുന്നത്. കാരണം യേശു ക്രിസ്തു ആ വിധത്തിൽ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് തന്നെ ഇത് പറയുന്നു, ഞാൻ വിശന്നവനായിരുന്നു, എനിക്ക് ആഹാരം തന്നു. ആമേൻ. സ്തോത്രം. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. മാത്രമല്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവറയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പോൾ നോക്കുക, ഒരു മനുഷ്യന്റെ കഷ്ടതയിൽ പോയി കാണുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുക. തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വയ്ക്കുക. ഹല്ലേലൂയ. എന്നാൽ കണ്ടിട്ട് കാണാത്തവരെ പോലെ അഹങ്കാരികളായി അവൻ ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ മറ്റാർക്ക് കൊടുക്കാതെ, ഒരൽപ്പം പോലെ ഷെയർ ചെയ്യാതെ, ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന പണത്തെ, ദൈവം തരുന്ന അനുഗ്രഹത്തെ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെന്ന്, എന്റെ കുടുംബത്തിന് എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കി വെക്കുന്നവർക്ക് സ്തോത്ര കർത്താവ് പറയും, ഞാൻ വിശന്നു, നീ എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ ദാഹിച്ചു, നീ എന്നെ കുടിക്കുവാൻ തന്നില്ല. ഞാൻ നഗരനായി വന്നു, പക്ഷെ നീ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ തടവറയിലായിരുന്നു, നീ എന്നെ കണ്ടില്ല. അതുകൊണ്ട് നീ നരകത്തിലേക്ക്, നിത്യാഗ്നിയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് കർത്താവ് വേർതിരിക്കുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. ആ ബുദ്ധിയുള്ള 5 പേർ, ആമേൻ, ഈ വിശ്വസ്തതയുള്ള ദാസന്മാർ, സ്തോത്രം. മാത്രമല്ല, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജനം, അവർ കർത്താവിന്റെ രാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് ദൈവം അവരെ പറഞ്ഞയക്കും. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ, ബുദ്ധിയില്ലാതിരിക്കുന്ന കന്യകമാരെ പോലുള്ളവർ, അവിശ്വസ്തതയില്ലാതിരിക്കുന്ന വേലക്കാർ,
മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും കർത്താവിന്റെ നാമത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരുടെ കഷ്ടതയെ അനുഭവിക്കാതെ അറിയാതെ എല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി സെൽഫിഷ്നെസ് ആയി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ സ്വർഗത്തിന് ദൈവം വേർതിരിച്ച് നിത്യ നരകത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ഈ 46-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവർ നിത്യദണ്ഡനത്തിലേക്ക്. ആര്? ആ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ. സ്തോത്രം. അവിശ്വസ്തരായിരുന്ന വേലക്കാർ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ പോകുന്നവർ, അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടിയായി കാത്തിരിക്കുന്നുവെങ്കിൽ അവർ നിശ്ചയമായും നിത്യജീവനിലേക്ക് കർത്താവരെ പറഞ്ഞേക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവിന്റെ ഹിതം ചെയ്യുവാനായി ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായി സമർപ്പിച്ചു കൊടുക്കുമോ? കർത്താവിന്റെ വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കി നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസ്തതയുള്ളവരാ, വിശുദ്ധിയുള്ളവരാ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്നുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഹ്വാനത്തോടുകൂടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക. നാളും നാഴികയും നിങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കായി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, 5 കന്യകമാരെ പോലെ ബുദ്ധിയുള്ളവരായി, 2 ദാസന്മാരെ പോലെ വിശ്വസ്തതയുള്ളവരായി കർത്താവേ, ജനത്തിന്റെ സമൂഹത്തിലുള്ള കഷ്ടത കണ്ട് അവർക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ദാഹജലം കൊടുക്കുകയും തടവറയിൽ ചെന്ന് കണ്ട് അവരുടെ കഷ്ടതയിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് ദൈവജനം മാറി വരുവാൻ, മടങ്ങി വരുവാൻ, ചാരിറ്റബിൾ വർക്കുകൾ ചെയ്യേണ്ടതിന് ജനം മടങ്ങി വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അല്ലാതിരിക്കുന്നവർക്ക് അവൻ ബുദ്ധിയില്ലാത്ത മണവാട്ടിയെ, ബുദ്ധിയില്ലാതിരിക്കുന്ന മണവാട്ടികള്, അതുപോലെ അവിശ്വസ്തരായി കഠിന ഹൃദയമുള്ള ദാസന്മാരെ പോലെ ദൈവമേ, ആ കർത്താവേ, കഷ്ടതയിൽ ജനത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി അവർക്കൊരല്പം പോലെ സഹായം ചെയ്യാതിരിക്കുന്നവർ നിത്യ നരകത്തിലേക്ക് വീഴുന്നൊരു ദിവസമുണ്ടല്ലോ. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി വചനം പ്രസംഗിച്ച എന്നോട്, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തോട് ദൈവം മനസ്സറിയണം. ഞങ്ങൾ വിശ്വസ്തതയുള്ളവരാ, വിശുദ്ധിയുള്ളവരാ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവകൃപ തരയണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ അവസരമൊരുക്കിയ ദൈവമക്കൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. അനേക ശുശ്രൂഷകളിലൂടെ അനേക ആത്മാക്കൾ നേടുവാൻ ദൈവ കൃപ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. ഈ പ്രത്യാശയുടെ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുവാനിടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുവാനുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ആ ഒരു നമ്പർ മേളിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ മൊബൈൽ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്ക് പ്രിയ ദൈവമക്കളുമായി കോൺടാക്ട് ചെയ്യാം. ദൈവം ശ്രേഷ്ഠകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ആശംസ വാക്കുകളോടുകൂടെ ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.